ബലിയെല്ലാം ഇട്ട് 1 വർഷം 2 വർഷമൊക്കെ ആദ്യത്തെ വർഷത്തെ ശ്രാദ്ധമൊക്കെ ഊട്ടി ശ്രാദ്ധകർമ്മമൊക്കെ കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിൽ സംഭവിക്കുന്നു. അപ്പോൾ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ. ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കിച്ചു പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന പിതൃക്കളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പിതൃദോഷമുണ്ട്, പിതൃകർമ്മം ചെയ്ത് ശരിയായിട്ടില്ല. അപ്പോൾ ഉടനെ അതിൻ്റെ പരിഹാരം ചോദിച്ചപ്പോൾ പറഞ്ഞു, പിതൃക്കളെയൊക്കെ കൂടെ നമുക്ക് ആവാഹിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇരുത്താം. ഏതെങ്കിലും വൈഷ്ണവ ക്ഷേത്രത്തിൽ വൈദിക വിധി പ്രകാരം ഏതെങ്കിലും വൈഷ്ണവ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ചെലാമറ്റം, തിരുനെല്ലി അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളിലും നമുക്ക് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മക്കളെല്ലാവരും കൂടി അതിൻ്റെ ചിലവൊക്കെ എടുത്തു പോകും. അച്ഛനും അമ്മയും മരിച്ച പിതൃക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടത്തോടെ പോവുകയാണല്ലോ, ഇനി ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ അതിന് തയ്യാറെടുത്തു. 1-2 ദിവസം അതിൻ്റെ കർമ്മങ്ങളും ശ്രാദ്ധങ്ങളും പൂജകളും പിണ്ണങ്ങളും കടിയന്തരങ്ങളും കർമ്മങ്ങളും ഒക്കെ കഴിച്ചു. വലിയ ബഹളമായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറേ പൈസയൊക്കെ മുടക്കി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്താനാണെന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഈ പറയുന്ന മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ പിതൃക്കളെ കൊണ്ടുപോയിട്ട് ഇരുത്തി. സമാധാനമായിട്ട് മക്കൾ തിരിച്ചു വന്നു. പിന്നെ അടുത്ത മരിച്ച വർഷത്തിൽ സബിണ്ടി എല്ലാം കഴിഞ്ഞു, ശ്രാദ്ധവും കഴിഞ്ഞു. പിന്നീട് ഒരു 2-3 വർഷം കഴിഞ്ഞു. പിന്നെ ആരും പിതൃക്കളെക്കുറിച്ച് ഓർക്കാറില്ല. വാവിന് ബലിയിടാറില്ല, ശിവരാത്രിക്ക് ബലിയിടാറില്ല, കർക്കിടത്തിൽ ബലിയിടാറില്ല. പിന്നെ ആർക്കും പോകാൻ നേരമില്ല, മക്കൾക്കൊക്കെ തിരക്കായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തിക്ക് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളും ദുരിതങ്ങളും രോഗദുരിതങ്ങളും വന്നു. അപ്പോഴാണ് വീണ്ടും നോക്കുന്നു, ദേ വരുന്ന പിതൃദോഷമായിട്ട് പിന്നീട് വീണ്ടും. ഞങ്ങളെ പിതൃക്കളെല്ലാം ഇരുത്തിയതാണല്ലോ, ഞങ്ങളുടെ പിതൃക്കളെല്ലാം കൊണ്ടുപോയിട്ട് ചെലാമറ്റത്ത് ഇരുത്തിയതാണല്ലോ, തിരുനെല്ലിയിൽ ഇരുത്തിയതാണല്ലോ, പിന്നെ ഇനി പിതൃക്കളുടെ ദോഷം ഉണ്ടാവണേ, ഞങ്ങൾ 2-3 ദിവസം പൂജയൊക്കെ കഴിച്ച് പിതൃക്കളെ ഇരുത്തിയതാണല്ലോ എന്ന് പറയും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതെല്ലാം ആചാരങ്ങളാണ്. പിതൃക്കളെ ഇരുത്തുക, പിതൃക്കളെ കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിക്കുക എന്നെല്ലാം പറയുന്ന ഒരു ആചാരങ്ങളാണ്. നമ്മളുടെ 9 ആത്മാവ് നമ്മുടെ അച്ഛനായാലും അമ്മയായാലും പിതൃക്കളായാലും മരിച്ചു കഴിഞ്ഞാൽ ആ പിതൃക്കളെ നമ്മൾ അവരെ യഥാവിധി അവരുടെ കർമ്മങ്ങളും മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം 9 ഇതിൽ നിന്ന് സഞ്ജയൻ വേർപെട്ട് ആകാശത്തിൽ ആത്മാവായി പോകുമ്പോൾ പിന്നീട് അതിൻ്റെ ഒരംശം മകനിലോ മകളിലോ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് മൂത്ത മകനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അവകാശിയോ ആരാണോ അവർ വേണം കർമ്മം നിർവഹിക്കാൻ, ശ്രാദ്ധം നിർവഹിക്കാൻ, പിണ്ണമിടാൻ എന്ന് പറയുന്നത്, പിണ്ടകർത്താവ് എന്ന് പറയുന്നത്. അത് മൂത്ത മകനായിരിക്കാം, മൂത്ത മകന് പറ്റിയിരുന്നില്ലെങ്കിൽ ചെറിയ മകനായിരിക്കാം. അപ്പോൾ അത് സാധിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലിൻ്റെ ഒരംശം, ഈ പിതാവിൻ്റെ ഒരംശം, മരിച്ചുപോയ പിതൃവിൻ്റെ ഒരംശം എന്താണ് നമ്മളിലേക്ക് ഉണ്ടാകും, നമ്മളിലേക്ക് വരും, നമ്മുടെ സന്തതികളിലേക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ഇവരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചുമതലയൊക്കെ ഒഴിവാക്കി അവിടെ കൊണ്ടുപോയി ഇരുത്തി എന്ന് പറയുന്നതിൽ ഒരു സത്യവും ഇല്ല, ഒരു കാര്യവും ഇല്ല. അതേസമയം നമ്മൾ എല്ലാ വർഷവും അവർ മരിച്ച ആ ഒരു നക്ഷത്ര ദിവസം നോക്കി അവർക്ക് ബലിയിടുകയോ ശ്രാദ്ധകർമ്മം ഊട്ടുകയോ ചെയ്യുകയും സന്തതി പരമ്പരകൾക്ക് നമ്മളുടെ കുടുംബത്തിൽ ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യ സമൃദ്ധമായ ജീവിതവും കിട്ടാൻ വേണ്ടി വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ പിതൃക്കളെ നമ്മൾ ഓർക്കുന്നത് നമുക്ക് നന്നായിരിക്കും, നമ്മൾക്കും നമ്മുടെ സന്തതി പരമ്പരയ്ക്കും. അല്ലാതെ നമ്മളിൽ നിന്ന് അവരെ വേർപെടുത്തി, അങ്ങനെയെങ്കിൽ നിങ്ങളും വേർപെടണം. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ മകൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു അംശവും വേർപെടണം. അച്ഛനെ അമ്മയെ അവിടെ കൊണ്ട് ഇരുത്തണമെങ്കിൽ പിതൃക്കളെ അവിടെ കൊണ്ടുപോയിട്ട് പ്രേതത്തിൽ നിന്ന് ആവാഹിച്ച് വേർപെടുത്തി അവിടെ കൊണ്ടുപോയിട്ട് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ ലയിപ്പിച്ച് തിലഹവനം നടത്തി അവിടെ ഇരുത്തണമെങ്കിൽ നമ്മളിൽ നിന്നുള്ള ജീവനും പോകണം. അപ്പോൾ നമ്മുടെ ജീവനും പോകണം, മകൻ്റെ ജീവനും പോകണം. അതിനെക്കുറിച്ച് ഗരുഡപുരാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കലും തന്നെ പിതൃക്കളെ ഇരുത്തുക എന്ന് പറയുന്ന ഒരു കർമ്മം നമ്മളുടെ വീട്ടിൽ നിന്നോ നമ്മളുടെ മക്കളിൽ നിന്നോ ഒരിക്കലും പിതൃക്കൾ അങ്ങനെ പൂർണ്ണമായിട്ട് ഇറങ്ങി പോവില്ല. അതിന് ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ, അടുത്ത തലമുറ കഴിഞ്ഞാൽ വേറെ തലമുറ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു മുറയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് പിതൃക്കളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി ഞങ്ങളുടെ കർമ്മം അതോടെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ ബലി ഇടണ്ട,
കാശിയിൽ പോയിട്ട് ബലിയിട്ടാൽ ഇനി ഒരു 12 വർഷത്തേക്ക് ബലിയിടണ്ട, അല്ല രാമേശ്വരത്ത് പോയി ബലിയിട്ടാൽ ഇനി ഒരു 12 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വിശ്വാസങ്ങളെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി, അയാൾ അല്ലെങ്കിൽ അയാളുടെ കുടുംബം, അല്ലെങ്കിൽ ആ വ്യക്തി മകനായാലും അവരുടെ കുടുംബമായാലും അവരുടെ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. തർക്കമില്ലാത്ത വിഷയമാണ്. ആ മരിച്ച പിതൃവിൻ്റെ ഒരംശം സഞ്ജയൻ നമ്മളിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ശ്രാദ്ധത്തിനും പിതൃക്കളെ ഓർക്കുകയും പിതൃക്കൾക്ക് ശ്രാദ്ധം ഊട്ടുകയും അത് സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ കർത്തവാവുകൾക്ക് ശ്രാദ്ധം ഊട്ടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അമാവാസി ഒരിക്കലൊക്കെ എടുത്തിട്ട് അമാവാസി ഒരിക്കലിൽ നമ്മൾ പോയിട്ട് ശ്രാദ്ധം ഊട്ടുക, അല്ലെങ്കിൽ വാവ് ബലി ഊട്ടുക. നമുക്ക് സാധിക്കുന്ന പോലെയൊക്കെ പിതൃക്കളെ നമ്മൾ ഓർക്കുക. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കൊണ്ടുപോയിട്ട് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ ഇരുത്തിയേക്കാണ്, ഇനി എൻ്റെ ജന്മത്തെ ഞാൻ അവരെ തിരിഞ്ഞു നോക്കൂല എന്ന് പറയുന്നതിൽ ഒരു ശാസ്ത്രീയ അടിസ്ഥാനവും ഒരു വശവും ഇല്ല. പിതൃമോക്ഷം എന്ന് പറയുന്നതും പിതൃക്കളുടെ പുണ്യവും പിതൃക്കളുടെ ആ യശസ്സും വർദ്ധിക്കണമെങ്കിൽ നമ്മൾ സന്തതി പരമ്പരകൾ ഈ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. അത് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവുകയുള്ളൂ.